Good morning, Sandra. Good morning, sir. Welcome back, sir. Thank you. Hi, good morning, guys. Good morning, sir. സർ, സാറിനെ ഞങ്ങൾ റിയലി ഒരുപാട് മിസ് ചെയ്തു. സാറുണ്ടെങ്കിൽ ജോലി ചെയ്യാൻ ഭയങ്കര എനർജിയാണ് ഇവിടെ എല്ലാവർക്കും. Oh, thank you. ഞാനില്ലാത്തപ്പോ രഘുവും രേഖയും രാജാറാമും സാൻഡ്രയും കൂടി ഓഫീസ് നന്നായിട്ട് മാനേജ് ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു. എനിക്ക് വലിയ സന്തോഷം തോന്നിയത് കേട്ടപ്പോ. ഞാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നാണ് നിങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. താങ്ക് യു സർ. ഐ എം സോ പ്രൗഡ് ഓഫ് യു. നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് എല്ലാത്തിനും കാരണം. തുടർന്നും ഞാനിത് തന്നെ പ്രതീക്ഷിക്കുന്നു. So, let's go up together. Carry on. Come on. Okay, sir. Hello. Vanakkam Talaivare. Good morning. You are warmly welcome to the Varman Group of Companies again. എന്താ ഉദ്ദേശം? രാവിലെ പരിഹാസമാണല്ലോ. അയ്യോ, എന്താ സാർ അങ്ങനെ പറഞ്ഞത്? സാറിന്റെ സ്വന്തം സ്ഥാപനത്തിലേക്ക് മടങ്ങി വരുന്നതിന് ഞാൻ എന്തിനു പരിഹസിക്കണം? പക്ഷേ ചെറിയൊരു പരാതിയുണ്ട്. ഞാൻ വലിയ മുതലാളിയോട് ഇങ്ങോട്ട് മടങ്ങി വരാൻ പലവട്ടം കാലു പിടിച്ചതാണ്. അപ്പോഴൊക്കെ വലിയ മുതലാളി നിഷ്കരുണം ആ അപേക്ഷയൊക്കെ നിരസിച്ചിരുന്നു. ഇപ്പൊ എന്താണാവോ ഈ മനംമാറ്റത്തിന് കാരണം? ഈ അടിയനത് അറിഞ്ഞാൽ കൊള്ളാവുന്നൊരു ആഗ്രഹമുണ്ട്. നിനക്കൊടുക്കത്തെ ബുദ്ധിയല്ലേ, നീ തന്നെ സ്വയം കണ്ടുപിടിച്ചാ മതി. അത് ഞാൻ കണ്ടുപിടിക്കുമെന്ന് ഉറപ്പല്ലേ? എന്നാലും ഈ തിരുവായിൽ നിന്ന് തന്നെ അതൊന്ന് കേട്ടാ കൊള്ളാവുന്നൊരു ആഗ്രഹമുണ്ട്. സോറി, അങ്ങനെ എന്റെ കയ്യിൽ നിന്ന് കേട്ട് നീ സുഖിക്കണ്ട. തൽക്കാലം സാർ ചെല്ല്, എനിക്ക് അല്പം തിരക്കുണ്ട്. Hello, sir. സുന്ദരി നീയും സുന്ദരൻ നാനും ചേർന്നിരുന്നാൽ തിരുവോണം. ഓ സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. കയ്യിൽ കയ്യും വെച്ച് കണ്ണിൽ കണ്ണും വെച്ച് നെഞ്ചിൽ മന്ത്രം കൊണ്ടു ചേരുന്ന നേരം സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. മോഹനരാഗം നിന്ദേഹം കീർത്തനമാക്കി ഞാൻ പാടും. സർ, എന്തായി ചെയ്യുന്നേ? നല്ല മൂഡിലാണെന്ന് തോന്നുന്നല്ലോ. Of course, yes. I'm in a fantastic mood. അപ്പൊ തോന്നി ഒരു പാട്ട് പാടണം. പാടി. ഇനിയുള്ളത് ഒരു ചോദ്യം. ചോദിക്കട്ടെ? ചോദിച്ചോളൂ സർ. തനിക്ക് ഇഷ്ടപ്പെട്ട നിറം ഏതാ? ഐ മീൻ കളർ. നിറോ? ഇതെന്താ സർ ഇത്ര പെട്ടെന്ന്? എന്താ കാര്യം? കാര്യം താ അറിയണ്ട, ഇഷ്ടപ്പെട്ട നിറം ഏതാന്ന് പറ. സർ, കാര്യം എന്താന്ന് പറയേ. ഓ, കാരണം പറഞ്ഞാലേ താൻ നിറം പറയൂ? അങ്ങനെയല്ല, എനിക്ക് എല്ലാ കളറും ഒരുപോലെ ഇഷ്ടാ. അങ്ങനെ പ്രത്യേകിച്ച് എന്നതാണെന്നൊന്നുമില്ല. അപ്പോ പറയില്ല. ശരി, തനിക്ക് അത്രക്ക് ഡിമാൻഡ് ആണെങ്കിൽ പറയണ്ട, ഞാൻ ഫോൺ വയ്ക്കാം. എന്താ നീ ചെല്ലേ. അമ്മ ഇപ്പോഴേ ഇത്ര സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ഇനി ശ്രീലക്ഷ്മി വീട്ടിൽ മരുമകളായിട്ട് വരുമ്പോൾ അമ്മ എത്രമാത്രം സന്തോഷിക്കുമായിരിക്കും.
താങ്ക്സ് അമ്മ. താങ്ക്സ് ലോട്ട്. ബൈ ബൈ. നിനക്കതൊന്ന് ഓഫ് ചെയ്തത് എന്താടി? ഞാൻ പറഞ്ഞിട്ട് പോയതല്ലേ തിളയ്ക്കുമ്പോ സ്റ്റൗ ഓഫ് ചെയ്ത് ഇറക്കി വെക്കണോന്ന്. ഞാനിപ്പോ ഒരു ജോലി ചെയ്തോണ്ടിരിക്കല്ലേ. എനിക്ക് 4 കൈയൊന്നുമില്ല, ഒന്നിച്ച് ഒരുപാട് ജോലി ചെയ്യാൻ. ഓ എങ്കി നീ ഇന്ന് പാതിരാത്രി വരെ ഇതും കൊണ്ടിരുന്നോ. ഞാനും അച്ഛനും കറി മാത്രം കഴിച്ച് ഉറങ്ങിക്കോളാം. ആ അതൊന്നും സാരില്ല, ഞാൻ ഉണക്ക ചപ്പാത്തി കഴിച്ച് ഉറങ്ങിക്കോളാം. വണ്ണം വെക്കാതിരിക്കാനേ ചിലപ്പോ അത് നല്ലതാണെങ്കിലോ. ആ ബെസ്റ്റ്. എങ്കി പിന്നെ ഒന്നും കഴിക്കാതിരിക്കടി. വിശന്ന് വിളർത്ത് എല്ല് പോലെ ആയിക്കോളൂ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ പരിഷ്കാരങ്ങളെ. നീയേ അങ്ങ് ബാംഗ്ലൂരും ബോംബെയിലും ഒന്നും അല്ല താമസം, ഇവിടെ ഇങ്ങ് കേരളത്തിലാ. മലയാളി പെണ്ണുങ്ങളാവുമ്പോ അല്പം കട്ടിയും കനം ഒക്കെ വേണം, എന്നാലേ കാണാൻ മെനയുള്ളൂ. നടന്നു തന്നെ. പണ്ടത്തെ താലപ്പൊലി പെണ്ണുങ്ങളുടെ കാലമൊക്കെ കഴിഞ്ഞമ്മേ. ഇപ്പൊ ഇവിടെയും 0 സൈസ് ഫാഷൻ. അമ്മ എപ്പോഴും ഈ അടുക്കളയിൽ കിടന്ന് കറങ്ങാതെ കുറച്ചൊന്ന് പുറത്തിറങ്ങി അപ്ഡേറ്റഡ് ആവേണ്ട സമയം കഴിഞ്ഞു. ഓ എനിക്കങ്ങനെ അപ്പടവടയും പപ്പടവടയും ഒന്നും ആവണ്ട. എന്റെ തടി എനിക്ക് സന്തോഷം. ഹലോ, ഗുഡ് ഈവനിങ്. സർ, ഈ നേരത്ത് ഇത് എന്ത് സർപ്രൈസ് ആണ് സർ? ഞാൻ ആകെ ടെൻഷനിലായി പോയല്ലോ. സർപ്രൈസ് ഇതല്ലോ, വേറെയല്ല. താനെന്ന് എന്റെ കൂടെ ഒന്ന് കാണിച്ചത്. അയ്യോ സർ, ഞാൻ വീട്ടിലൊന്നും പറഞ്ഞില്ല. ആ, അതിന് നമ്മൾ കാശ്മീരിലോ കന്യാകുമാരിലോ ഒന്നും പോകുന്നില്ലല്ലോ. ദാ അപ്പുറം വരെ, ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ്. അത് പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പറയൂ സർ, പ്ലീസ്. അത് ഇവിടെ ചിലപ്പോ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, ഭയങ്കര മഴ. അതുകൊണ്ട് നമുക്ക് അല്പം മാറി നിൽക്കാം. പേടിക്കാതിരിക്കാൻ തന്റെ കണ്ണു മൂടിക്കോളാം. എന്താ പോരെ? വാ. നടന്നോ. സർ, ഇതെവിടെ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നേ? അതൊക്കെ ഉണ്ട്. തനിക്ക് ഒരു കാഴ്ച കാണിച്ചു തരാം. എടി സരോജം, മോളെവിടെ? എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ. നേരത്തെ ചപ്പാത്തി വരത്തുന്നത് കണ്ടു.
അവിടെ എവിടെ? ആ അവിടെ എവിടെങ്കിലും കാണും. ചില നേരത്തെ മായാവിയുടെ സ്വഭാവമല്ലേ അവക്ക്. അച്ഛൻ പോയി കൈ കാലും മുഖം കഴുകിയിട്ട് വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. ഉം. ഇവളിത് എവിടെ പോയി കിടക്കുന്നു? എവിടെ പോയി കിടന്നുണ്ട് ഇത്ര നേരം? അച്ഛൻ വീട്ടിലുള്ള നേരത്തെങ്കിലും അടങ്ങി ഒതുങ്ങിയിരുന്നൂടെ നിനക്ക്? സോറി അമ്മേ, ഒരു മെസ്സേജ് വന്നിട്ട് പോയതാ. രവി സാർ ഇപ്പൊ വന്നിരുന്നു ഇവിടെ. എന്തോന്ന്? രവിവർമ്മൻ സാറോ? എന്റെ ദൈവമേ. സോറി അമ്മേ, സർപ്രൈസ് ആയിട്ട് വന്നതാ, ഞാൻ അറിഞ്ഞിട്ടല്ല. പതുക്കെ. എന്തിനാണ് സാറേ ഈ നേരത്തെ വന്നത്? എല്ലാം തീർന്നു, ഇനി നിങ്ങൾ തമ്മിൽ ഒന്നുമില്ലെന്നല്ലേ നീ പറഞ്ഞത്? ഇത് വേറൊരു കാര്യത്തിന് അമ്മേ. രാജനന്ദനയുടെ സെയിൽസ് കൂടിയില്ലേ, അതിന്റെ സന്തോഷത്തിന് എനിക്കൊരു ഗിഫ്റ്റ് തരാനാ സാർ ഇപ്പൊ വന്നത്. പാതിരാത്രിക്ക് അവിടെ ഗിഫ്റ്റ്? ഇല്ലമ്മേ, ഞാനൊന്നും വേണ്ടെന്ന് പറഞ്ഞു, ഒന്നും വാങ്ങിച്ചില്ല. സാറ് പോയി. അങ്ങനെ വേണം ചെയ്യാൻ. ഒരു തീരുമാനെടുത്ത് അതിൽ ഉറച്ചു നിൽക്കാൻ പഠിക്കണം. അതിനെയാണ് അന്തസ്സെന്ന് പറയുന്നത്. പ്രശ്നമൊന്നുമില്ലാതെ എല്ലാം തീർന്നു കിട്ടിയല്ലോ, അത് തന്നെ ആശ്വാസം. എന്റെ ദൈവമേ. ആ മോളെ. ആഹാ, എത്തിയാ? എവിടെ പോയി? കണ്ടില്ലല്ലോ. ഞാന് അപ്പുറത്ത്. ആ ശ്രീലച്ചൻ ഇരിക്കേ. ആ മോള് പോയി കൈ കഴുകിട്ട് വാ. ശരി അച്ഛാ. അമ്മേ, അമ്മയും വാ, ഒരുമിച്ചിരിക്കാം. നിങ്ങൾ രണ്ടാളും കഴിച്ചാ മതി, എനിക്ക് അടുക്കള പണിയുണ്ട് അവിടെ. ആ പണി അവിടെ കിടക്കട്ടെ. അമ്മ വാ, നമ്മള് മൂന്നുപേരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചിട്ട് എത്ര ദിവസമായി? അത് മോള് പറഞ്ഞത് ശരിയാ. വല്ലപ്പോഴെങ്കിലും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ചാലേ ഒരു രസമുള്ളൂ. ഇരിക്കു സരോജം, ഒരുമിച്ച് കഴിക്കാം നമുക്ക്. 3 പേരും കൂടെ ഒരുമിച്ചിരുന്ന വിളമ്പുന്ന ആരാ ഇവിടെ? വിളമ്പുന്ന എന്തിനാ? ഇന്ന് സെൽഫ് സർവീസാ ഇവിടെ. അമ്മ ഇരിക്ക അവിടെ. ഇരിക്കാൻ. മോൾക്ക് എന്താ മോളെ ഇന്ന് വലിയ സന്തോഷമാണല്ലോ? ഏയ് അങ്ങനൊന്നല്ല അച്ഛാ, ഇതൊക്കെ രസല്ലേ. അത് നന്നായി. രാജനന്ദിനി സെയിൽസ് കൂടിയതിന്റെ പിന്നിൽ മോളുടെ കഠിനാധ്വാനമാണെന്ന് അറിഞ്ഞതിൽ അച്ഛന് വലിയ സന്തോഷം തോന്നി. ഇത്തവണത്തെ മോളുടെ ബർത്ത്ഡേ അതിന്റെ സക്സസും കൂടി ചേർത്ത് വേണം നമുക്ക് ആഘോഷിക്കാൻ. ശരി അച്ഛാ, സന്തോഷം. ഇപ്രാവശ്യത്തെ ജന്മദിനം എനിക്ക് വെറും ജന്മദിനം മാത്രല്ല, ഞാൻ അന്ന് ആവശ്യപ്പെടുന്ന കാര്യം അച്ഛൻ സമ്മതിക്കുകയാണെങ്കിൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സക്സസും കൂടി ആവും അത്. അച്ഛൻ എനിക്ക് തരുന്ന ഏറ്റവും വലിയ ബർത്ത്ഡേ ഗിഫ്റ്റ്. അതിന്റെ അഡ്വാൻസ് ആയിട്ട് ഇപ്പതാ ഈ ചപ്പാത്തി കഴിക്കാം. അപ്പോഴേ ഇനി എനിക്കോ? ഒരു 7 മണിക്ക് തന്നെ ആയിക്കോട്ടെ. ഓഫീസിൽ എല്ലാം റെഡി ആയിരിക്കും. സാറിനോട് ഒഫീഷ്യൽ ഡ്രസ്സിൽ തന്നെ വരാൻ പറയാം. അല്ല, നിങ്ങൾ ആരൊക്കെ ഉണ്ടാവും? ക്യാമറമാനും റിപ്പോർട്ടറും. ആ ഓക്കെ ഓക്കെ, അവർക്ക് വേണ്ടി എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തു കൊടുക്കാൻ ഇവിടെ ആളുണ്ടാവും. യാ. ആ പിന്നെ രവിവർമ്മൻ സാറിന് നാളെ ബിസി ഷെഡ്യൂളാണ്. സോ ഷാർപ്പ് 7 o'clock തന്നെ അവരെത്തണമെന്ന് പറയൂ. താങ്ക് യു. സാർ എവിടെ പോയി? ഇവിടെ കാണാത്തത് കൊണ്ട്
ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യായിരുന്നു ആ മഹാനുഭാവൻ ഇവിടെ എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടോ എന്ന്. ഛേ, കളി പറയാനുള്ള സമയം അല്ല ഇത് രാജാറാം സർ. വി ഹാവ് ടു സെലിബ്രേറ്റ്. സൗത്ത് ഏഷ്യയിലെ ബിസിനസ് കമ്മ്യൂണിറ്റി ഈ വർഷത്തെ ബെസ്റ്റ് ബിസിനസ്മാൻ ടൈറ്റിലിന് തെരഞ്ഞെടുത്തിരിക്കുന്നത് ആരാണെന്ന് അറിയാമോ? ആര്? ആൻഡ് ദ അവാർഡ് ഗോസ് ടു വർമൻ ഗ്രൂപ്പ് ഓഫ് കമ്പനി സിഇഒ മിസ്റ്റർ രവിചന്ദ്ര വർമൻ. ആണോ? ആണല്ല, പെണ്ണ്. യെസ് സർ, നമ്മുടെ സാറിന്റെ കിരീടത്തിലെ മറ്റൊരു ഗോൾഡൻ ഫെദറാണിത്. അത് പറഞ്ഞ സാറിനെ ഒന്ന് കൺഗ്രാറ്റുലേറ്റ് ചെയ്യാനാ ഞാനിപ്പോ ഓടി വന്നത്. ഗുഡ്. അദ്ദേഹം ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് പരസ്പരം അഭിനന്ദിക്കാം. കൺഗ്രാറ്റുലേഷൻസ്. ശരി ശരി, ഇനിയെങ്കിലും സാർ സീരിയസ് ആയിട്ട് കാര്യം പറയും. രവിവർമ്മൻ സാർ എവിടെ? സാറിന് നാളെ രാവിലെ ഞാനൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുക. ലൈഫ് സ്റ്റൈൽ മാഗസിന്റെ സീനിയർ റിപ്പോർട്ടറും ക്യാമറാമാനും ഇവിടെ വരും. രവി സാറിന്റെ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ. എങ്ങനെയുണ്ട്? പൊളിക്കില്ലേ? പൊളിക്കില്ലെന്ന് ചോദിച്ചാൽ പൊളിക്കും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നാളെ രവിവർമ്മൻ സാറ് ഓഫീസിൽ തന്നെ വരുമോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. What? Oh my God, the interview is already scheduled. ഞാൻ സാറിനെ അവൈലബിൾ ആക്കാമെന്ന് പ്രോമിസ് ചെയ്തിരിക്കുക. പക്ഷേ സാറിന് ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയി നാളെ വേറൊരു വിഷയമുണ്ട് സാന്ദ്ര മാഡം. ഇതിനേക്കാൾ വലിയ വേറൊരു വിഷയോ? അതെന്താ ഞാൻ അറിയാത്തൊരു വിഷയം? യെസ് മാഡം, ഇതൊരു പേഴ്സണൽ മാറ്ററാ. നാളെ രവിവർമ്മൻ സാറിന് ഒരു ചടങ്ങുണ്ട്. സാറിന്റെ പെണ്ണ് കാണൽ ചടങ്ങ്. വാട്ട്? പെണ്ണ് കാണലോ? അതെ, കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണും ചെറുക്കനും ഈ ചായ എല്ലാം കൊടുത്ത് പരസ്പരം കാണുന്ന. Are you serious, രാജാറാം സർ? യെസ് മാഡം, ഐ എം വെരി വെരി സീരിയസ്. സമയം കൊല്ലാനുള്ള ജോക്കാണെങ്കിൽ നമ്മൾ ഇതുപോലുള്ള വിഷയം തിരഞ്ഞെടുക്കില്ലല്ലോ. പ്രത്യേകിച്ചും രവിവർമ്മൻ സാറിനെ പോലെ റെസ്പെക്ട് കൊടുക്കേണ്ട ഒരു വ്യക്തിയെക്കുറിച്ച്. ആരാണ് പെണ്ണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഞാൻ ഇനി പ്രത്യേകം പറയണം. ശ്രീലക്ഷ്മി. ഈ ലോകത്തിലെ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് മാഡം. നാം എത്ര ആഗ്രഹിച്ചാലും എത്ര ശ്രമിച്ചാലും നമുക്ക് വഴങ്ങിത്തരില്ല. മറിച്ച് ഈശ്വരൻ മറ്റൊന്നാവും അതിന് വിധിച്ചിട്ടുണ്ടാവുക. ആ വിധിയെ മാറി നിന്ന് നോക്കിക്കാണാനേ നമുക്ക് കഴിയൂ. ഇതിനും നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ആടുമാടുകളെ കുറിച്ചാ. അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കുക എന്ന് പറയും. പക്ഷെ നമ്മൾ ആടുമാടുകളല്ലല്ലോ രാജാറാം സർ, മനുഷ്യരല്ലേ. മനുഷ്യന് അടിച്ച വഴിയും പോയ വഴിയും ഇല്ല. ഒരൊറ്റ വഴിയേ ഉള്ളൂ, അവനവന്റെ വഴി. ആ വഴി തെറ്റിയാ എല്ലാം തെറ്റും. അതാണിവിടെ ആരും മനസ്സിലാക്കാത്തത്. അവളും രവിവർമ്മ സാറും തമ്മിൽ ഇപ്പൊ ഒന്നുമില്ലാന്ന് അവൾ എന്റെ അടുത്ത് സത്യം ചെയ്തതാ. ലോകനാർക്കാവിലമ്മയാണ് സത്യം സത്യം സത്യം. അയ്യോ എന്റെ ചേച്ചി ഒരു പാവായി പോയല്ലോ. അതൊക്കെ അവള് വെറുതെ പറയുന്നതല്ലേ, വേറെ നമ്പര്. എന്റെ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് അവരെ കാണാറുണ്ട്. അവളാണെങ്കി രവിവർമ്മന്റെ കാറിൽ പലയിടത്തും കറങ്ങാൻ പോവും. ഇടയ്ക്ക് ഹെലികോപ്റ്ററിൽ കയറിയെന്നേ. അവർക്ക് സെക്യൂരിറ്റി കൊടുക്കുന്നതേ ആ രാജാറാമും അയാളുടെ കുറെ ഗുണ്ടകളുവാ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോയാ അവളുടെ പ്രധാന ജോലി തന്നെ ഇതാ, ആ രവിവർമ്മന്റെ കൂടെ കറക്കം.
അങ്ങനെയാ ശ്രീലക്ഷ്മി നിങ്ങളെ പറ്റിക്കുന്നത്. കണ്ട പാവം പോലെ ഇരിക്കുമെങ്കിലും അവളുടെ കയ്യിലിരിപ്പ് മോശമാ, മഹാ മോശം. പെണ്ണും പിള്ളേ കുറച്ച് മുന്തിരി ജ്യൂസും തന്നിട്ട് അപാകം പറയുന്നോടി നീ. നിന്നെ ഞാൻ ഞാൻ മിണ്ടാതിരുന്നപ്പോ വായി തോന്നിയത് വിളിച്ചു പറയുന്നോടി കാന്താരി. വയലന്റായ പിന്നെ ഞാനൊരു ഭദ്രകാളിയാ, ഭദ്രകാളി. നീ ഭദ്രകാളിയാണെങ്കിലേ ഞാൻ അതിന്റെ അപ്പുറത്തെ ചുടല ഭദ്രകാളിയാടി പെണ്ണും പിള്ളേ. നിന്നെ ഞാൻ ഇന്ന് ചുടല ചമ്പല് തീറ്റിക്കും. നീ എന്നെ ഞൊട്ടും. അല്ല പിന്നെ എന്റെ മകളെ പറ്റി അപവാദം പറയാൻ നിനക്കോരാടി ലൈസൻസ് വന്നത്? അവളെ പറ്റി ഇനി ഒരു വാക്ക് മിണ്ടിയാ നിന്റെ നാക്കിയെ പിടിതെടുക്കും. കാണോടി നിനക്ക്, കാണാണോ? എല്ലാരും വിളിച്ചോണ്ടോ? എന്റെ നാവ് പിഴുതെടുക്കാൻ ഞാൻ നിന്നു തരാം. നീ ആദ്യം പോയി നിന്റെ മോളെ നേരെയാക്ക്, എന്നിട്ട് മതി നാട്ടുകാരെ ഭരിക്കാൻ. വൃത്തികെട്ട തള്ള. പപ്പിച്ചേച്ചിയുടെ വീട്ടില് ഭയങ്കര വഴക്ക്. അയ്യോ ഞാൻ വെച്ചേക്കൂല. വന്നിരിക്കുന്നു. എന്റെ വായിരിക്കുന്ന കേക്കണ്ടെങ്കിലേ ഇപ്പൊ ഇറങ്ങി പൊക്കോണേ ഇവിടുന്ന്. ഇറങ്ങി പോടി. എടി പോവാനല്ലേ പറഞ്ഞത്? ഞാൻ പോവടി, ഞാൻ പോവും. ഞാനിവിടെ താമസിക്കാനല്ലടി വന്നത്. എനിക്ക് നല്ല ഒന്നാം തരം വീടുണ്ടടി അവിടെ. കാണിച്ചു തരാടി. നീ എന്നെ എന്തോന്നാ വിളിച്ചത്? തള്ളയെന്നോ? നീയേ ഒരു മാസം ഡൈ അടിക്കാതെ നടന്നു നോക്കടി. അപ്പൊ നീയാണോ തള്ള, ഞാനാണോ തള്ളയെന്ന് നാട്ടുകാര് പറയടി. വൃത്തികെട്ടവളെ, ചുടല ഭദ്രകാളി, പിശാച്. പിശാച് നിന്റെ കൂടെ ഇറങ്ങി പോരടി പറഞ്ഞു. നിനക്ക് പറഞ്ഞാൽ എന്താടി മനസ്സിലാവാത്ത? എന്നെ ഭരിക്കാൻ വരുന്നോടി നീ? ഇറങ്ങടി എന്റെ വീട്ടിൽ നിന്ന്. വീട്ടിൽ നിന്ന് ഇറങ്ങി ആരാടി എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നെ ഭരിക്കാൻ? എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്താ പ്രശ്നം? ജീവനോടെ വെച്ചിട്ടില്ല. നീയുണ്ടല്ലോ അപവാദം പറയൂ. എന്താ ഇവിടെ? മോളെ കുറിച്ച് നീ അപവാദം പറയടി. ചൂടല ഭദ്രകാളി. എന്നെ മോളെ കുറിച്ച് നീ എന്താടി പറഞ്ഞത്? ഒരു തരത്തിൽ പറഞ്ഞ പബ്ലിക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പോലത്തെ ടെൻഷനാണ് മോളെ. ഇത്രയും നാള് മകളെ എങ്ങനെ വളർത്തി എന്നതല്ല ഇക്കാര്യത്തിൽ പ്രധാനം. മക്കള് വളർന്നു കഴിഞ്ഞാൽ അവളെ നല്ലൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കണമെന്നുള്ളതാ. മകളെ നല്ലൊരാളുടെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുമ്പോഴാ ഒരച്ഛന്റെ ഉത്തരവാദിത്തം പൂർണ്ണമാകുന്നത്. അപ്പൊ എന്റെ മോളി കല്യാണത്തിന് ഒരുക്കമാണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ പറയുന്നത് ശരിയല്ലേ? എന്ത് പറയുന്നു നീ? സത്യം പറഞ്ഞ ഇവിടെ നിന്റെ അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ സമ്മതം അവരെ കൊണ്ട് ചോദിപ്പിക്കാമായിരുന്നു. പിന്നെയുള്ളത് മായയാണ്. അവളാണെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ്, ഡേ ഷിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഇവിടെ ഇല്ലതാനും. അതാ അച്ഛൻ നേരിട്ട് തന്നെ ചോദിക്കുന്നത്.
മോള് പെട്ടെന്നൊരു തീരുമാനം പറയണമെന്നില്ല. എന്നാൽ അധികം വൈകിപ്പിക്കണ്ട എന്നാണ് എന്റെ ആവശ്യം. ശ്രീ, നീ പെട്ടെന്ന് വീട്ടിലേക്ക് വാ. എന്താടി, എന്തു പറ്റി? മോളൊന്നും പറഞ്ഞില്ല. ശരി അച്ഛാ, മനസ്സിലായി. അങ്ങനെ മനസ്സിലായാ മാത്രം പോരാ, സമ്മതിച്ചോന്നാ എനിക്കറിയേണ്ടത്. ആ അച്ഛാ, ഓക്കെയാ. അച്ഛൻ പറഞ്ഞതൊക്കെ ശരിയാ, ഞാൻ സമ്മതിക്കുന്നു. റിപ്ലൈ തരണ്ട, നീ വേഗം വീട്ടിലേക്ക് വന്നാ മതി. സത്യം പറഞ്ഞ ഇപ്പോഴാ എന്റെ ശ്വാസം നേരെ വീണത്. ഏതായാലും ഞാൻ പറഞ്ഞേൽപ്പിച്ച കാര്യം സരോജ മോളോട് പറഞ്ഞെന്നല്ലേ പറഞ്ഞത്. ഇനിയിപ്പോ ഉടൻ തന്നെ സഹദേവ മുതലാളിയോട് ആ കല്യാണ പയ്യന്റെ വീട്ടുകാരോട് സംസാരിക്കാൻ പറയാം. മോള് കല്യാണത്തിന് സമ്മതിച്ചപ്പോഴാ അതിനുള്ള ധൈര്യം വന്നത്. ഇനിയെല്ലാം സമയം അനുസരിച്ച് ഭംഗിയായിട്ട് നടന്നോളൂ. നാണം കൊണ്ട് മോള് പോയി കളഞ്ഞു തോന്നുന്നല്ലോ. ഏതായാലും ഇപ്പൊ തന്നെ സഹദേവ മുതലാളിയോട് ഫോൺ വിളിച്ച് പറയാം. ഹലോ മുതലാളി. നിന്നെ ഞാൻ കൊല്ലോടി, ചാകാൻ പോകുന്നത് നീയാടി. അമ്മ എന്നെ വിട്, വിടാൻ. സരോജനെ ഒന്ന് മതിയാ പ്ലീസ്. ഒന്ന് മാറോ? ഭദ്രകാളിയുടെ കയ്യിൽ വിടണി. നീയാടി ഭദ്രകാളി. നിങ്ങൾ എന്തിനെങ്കിലും തല്ലുവിടുന്നേ? മനസ്സിലാവട്ടെ. എടി പപ്പി, ഞാൻ അവസാനായിട്ട് പറയാ, ഇനി മേലാൽ എന്റെ മോളെ പറ്റി നീ ആക്ഷേപം പറഞ്ഞ അന്ന് നിന്റെ അവസാനായിരിക്കും. എന്റെ അവസാനമല്ലടി, നിന്റെ അവസാനം. ഇതിന്റെ വല്ല കാര്യമുണ്ട്? എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നെ വെല്ലുവിളിക്കാറായോടി താടകെ. താടകന്റെ തള്ളയാടി. ഹലോ, എന്താ ഇവിടെ? മാറി മാറി. ഇനിയും വിളിക്കും. മറ്റുള്ളവരുടെ വീട്ടിൽ ഒളിഞ്ഞു വെക്കാൻ നിനക്കൊക്കെ നാണോ? എന്റെ അമ്മേ, ഇതെന്താ യുദ്ധമാണ്? എല്ലാം പോ, എല്ലാം സ്ഥലം വിട്, പോ. ഓ, ഒരു നാണുള്ള മനുഷ്യൻ വന്നിരിക്കുന്നു. ഈ കോളനിയിലെ ഏറ്റവും വിഷമത്തി ഇയാളാ. പാഷാണം ത്രിവിക്രമൻ. പാഷാണം നിന്റെ. പോ, എല്ലാം പോ. ഇയാളെ പോകുമ്പോ നല്ലൊരു അടി കണ്ടോണ്ടിരുന്നതായിരുന്നു. അയാൾ എന്തെങ്കിലും നിന്നോട് ഇനി പ്രത്യേകം പറയണോ? ഇങ്ങോട്ട്. ഓ, തണുത്ത സാർ കഴിക്കില്ലായിരിക്കും. തണുത്ത ഞാൻ കഴിക്കും, പക്ഷെ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായാലെന്ന് ഓർത്താ ഞാൻ. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ശ്രീ, നമുക്ക് കേക്ക് കട്ടിങ് നടത്തി കളയാം. Happy birthday to you. Happy birthday to you. Happy birthday to you. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ശ്രീലക്ഷ്മി. നീയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. താങ്ക് യു വെരി മച്ച്. ഞാൻ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞല്ലേ, അപ്പൊ ഞാൻ ബെസ്റ്റ് അല്ലേ? പിന്നെ നീയാണ് എന്റെ സെക്കൻഡ് ബെസ്റ്റ് ഫ്രണ്ട്. താങ്ക് യു വെരി മച്ച്. സെക്കൻഡ് ബെസ്റ്റ് ഫ്രണ്ടിന് ഇത്രയേ ഉള്ളൂ, നോ ഹഗ്ഗിങ്. അത് പറ്റില്ല, എനിക്കും വേണം ഹഗ്. പിന്നെ
ശ്രീലക്ഷ്മി നിക്ക്. നിക്ക്. നീ ഒന്ന് പറയണേ ദീപുവിനോട്. ഒന്ന് ഹഗ്ഗതാ. ഓർക്കല്ലേ, ഒന്ന് ഹഗ് ചെയ്യ. എന്തായി കാണിക്കുന്നത്? കളഞ്ഞോ? അയ്യോ. അമ്മേ, ഇവിടെ ആരുമില്ലേ? എന്നെ പെട്ടെന്ന് റെഡിയായി അമ്പലത്തിൽ പോകാൻ പറഞ്ഞിട്ട് ഇവർ രണ്ടാളും കൂടി ഇതെവിടെ പോയി? Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. ഇതെന്താ പാട്ടോ മുദ്രാവാക്യം വിളിയോ? ഏതായാലും എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ വളർന്നു വലുതായി, പക്ഷെ നിങ്ങൾ ഇപ്പോഴും കൊച്ചുകുട്ടികളെ പോലെയാണല്ലോ. ഞങ്ങളല്ല, നീയാണ് ഇപ്പോഴും ഞങ്ങളുടെ സ്കൂളിൽ പോണ കൊച്ചുകുട്ടി. ഹാപ്പി ബർത്ത്ഡേ മോളെ. മോളെ ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു അമ്മേ, താങ്ക് യു സോ മച്ച്. അപ്പൊ എനിക്ക് താങ്ക് യു ഇല്ലേ? അത് കൊള്ളാലോ. താങ്ക് യു അച്ഛാ. താങ്ക് യു ആൻഡ് ഐ ലവ് യു. അച്ഛനില്ലെങ്കിൽ ഞാനും ഇല്ല ഈ ലോകത്ത്. എന്റെ മോളാണ് മോള്. ഈ വർഷത്തെ ബെസ്റ്റ് ഡോട്ടർക്കുള്ള അവാർഡ് നിനക്ക് തരും ഞാൻ. ഓ, നിങ്ങൾ അങ്ങനെ സങ്കല്പത്തിൽ പലതും കൊടുക്കും. എന്നാ ഞാനേ സങ്കല്പത്തിലല്ല, യാഥാർത്ഥ്യത്തിലാണ് സമ്മാനം കൊടുക്കാൻ പോകുന്നത്. ആഹാ. എന്താ അമ്മ ഇത്? നോക്ക് നോക്ക്, തുറന്നാ കാണാലോ. എന്തിനാ അമ്മ